കർത്താവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെയും നീ ആശീർവദിക്കണമേ. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന, ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ആ മേഖലകളിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങയുടെ മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുവാമേ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈ ദിവസങ്ങൾ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചൊരു വചനമാണ് ഉൽപ്പത്തി പുസ്തകത്തിന് 24:5-6. അപ്പോൾ ദാസൻ ചോദിച്ചു ആ സ്ത്രീക്ക് ഏത് സ്ത്രീയാണെന്നറിയാലേ ഇത്? അത് എബ്രാഹാം തൻ്റെ മകൻ ഇസഹാക്കിന് തൻ്റെ ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നും ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഭൃത്യനുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന ഭാഗമാണ്. ആ സ്ത്രീ എന്ന് വെച്ചാൽ ഈ ഭൃത്യം പോയി കണ്ടെത്താൻ പോകുന്ന എബ്രാഹത്തിന്റെ വധുവായി വരാൻ പോകുന്ന സ്ത്രീക്ക്
എന്നോട് കൂടെ ഈ ഭൃത്യനോട് കൂടെ ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ അങ്ങോട്ട് ഈ മകനെ ഞാൻ കൊണ്ടുപോകണമോ? അബ്രഹാം പറഞ്ഞു എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. അതായത് പെണ്ണ് കെട്ടില്ലേലും കുഴപ്പമില്ല, എൻ്റെ മകനെ ഞാൻ വിട്ടുപോകുന്ന നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകരുത്. ഒരു ഉടമ്പടി പ്രകാരമാണ് അബ്രഹാം ആ നാട് വിട്ടുപോകുന്ന ദൈവമായിട്ട് ഉടമ്പടി ചെയ്തു. ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു. ആ വാഗ്ദാന പ്രകാരം ഇസഹാക്ക് ജനിച്ചു. അപ്പോഴേ ഇനി അവിടെ മുമ്പിലുള്ള ഒരു എബ്രാഹിമിന്റെ മുമ്പിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയണത് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ, പിന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആ സ്ത്രീക്ക് ഭൃത്യന്റെ കൂടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവം അത് വരുത്താത്തതായിരിക്കുമെന്ന് ചിന്തിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഞാൻ വിട്ടുപോകുന്ന അല്ലെങ്കിൽ എൻ്റെ മകനെ കൊണ്ടുപോകരുത്. അതായത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ഒരു സാക്ഷ്യമുണ്ടേ. സാക്ഷ്യം ഒരു 7 കൊല്ലമായിട്ട് ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും മക്കളില്ല. അപ്പോൾ അവർ പല ചികിത്സകളെല്ലാം കഴിഞ്ഞ് ഉടമ്പടി എടുത്തു. എൻ്റെ അടുത്ത് വന്നു ഞാൻ അവരുടെ ആപ്ലിക്കേഷൻസും പ്രാർത്ഥനയൊക്കെ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ രണ്ടിൽ ഒരു മാർഗമേ സ്വീകരിക്കാവൂ. ഒന്നെങ്കിൽ നിങ്ങൾ മെഡിസിനും ട്രീറ്റ്മെൻറ്റുമായിട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുക, ദൈവം തന്നാൽ മാത്രം മതി എന്ന് പറയുക. ദൈവം തന്നില്ലെങ്കിൽ വേണ്ട എന്ന് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ ചെയ്യണമെന്ന് അറിയാമോ? ആൾക്കാർ ഈ കാര്യം ചെയ്യണത് മരുന്ന് എടുക്കും, പ്രാർത്ഥിക്കുകയും ചെയ്യും. താൻ പാതി ദൈവം പാതി. താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് പ്രശ്നം ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. അവിടെ ദൈവം പാതിയും താൻ പാതിയും ഒന്നുമില്ല. അത് ബട്ട് ബൈ ഗ്രേസാണ്. മെറിറ്റ് ഇല്ല അവിടെ. താൻ എന്ന് പറയുന്നത് മെറിറ്റാണല്ലോ അവിടെ. ഉടമ്പടിയിൽ അതില്ല. അപ്പം അതുകൊണ്ട് ഉടമ്പടി ഫോർമുല അനുസരിച്ചാണ് ഞാൻ ഉപദേശം കൊടുത്തത് അവർക്ക്. കാര്യം കരിസ്മാറ്റിക് കൗൺസിലിങ്ങും ഉടമ്പടി കൗൺസിലിങ്ങും വ്യത്യാസമുണ്ട് ശരിക്കും. ഞാനിവിടെ പറഞ്ഞു ഉടമ്പടി ഇതാണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. ദൈവത്തിൻ്റെ കൃപയിൽ മാത്രമാണ്. അപ്പം ഞാൻ കൃപ ഊർജിതമാക്കാനും ഉൽപ്പാദിപ്പിക്കാനും ശക്തിപ്പെടുത്താനും അതനുസരിച്ച് ജീവിക്കാനും ആ ജീവിത രീതി ടൈറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട്, കൃപയ്ക്ക് പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇതിൽ പറഞ്ഞു നിങ്ങൾ അവസാനം ദൈവം ഇത് തരും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ മരുന്നും കഴിച്ചാൽ മഹത്വം ആർക്ക് പോകും? മരുന്നിന് പോകും. ദൈവം അത് അങ്ങനെ ആൾക്കാർക്ക് പറ്റണത്. അപ്പോൾ ദൈവം തന്നില്ലെങ്കിൽ വേണ്ട എന്നൊരു തീരുമാനമെടുത്താൽ ദൈവം തരാനുള്ള കേസാണെങ്കിൽ അപ്പം തന്നെ ദൈവം തരും. അപ്പോൾ ആ മഹത്വം ആർക്കാണ്? ഇപ്പം നിങ്ങൾ പലപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ ജോലി നിങ്ങൾക്ക് എപ്പോഴും പറ്റുന്ന ആൾക്കാർക്ക് പറ്റുന്ന അവസ്ഥ എങ്ങനെ അറിയാവോ? അവരിങ്ങനെ ഉടമ്പടിയൊക്കെ ചെയ്യും. ഉടമ്പടി ചെയ്ത് ജോലിയൊക്കെ കിട്ടുമേ. ജോലി കിട്ടുമ്പോൾ വന്ന് സാക്ഷിയൊക്കെ പറയും. പിന്നെ അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ ഉടമ്പടി ജീവിക്കത്തില്ല. അതിൻ്റെ കാര്യത്തിൽ അവർ ഒരു 3 മാസം കഴിയുമ്പോൾ ചെകുത്താൻ അവരോട് പറയും, ഇതിപ്പോൾ ഗവൺമെൻറ് ജോലിയല്ലേ, അതിപ്പോൾ ഉടമ്പടി എടുത്തില്ലെങ്കിൽ നിനക്ക് കിട്ടുമായിരുന്നു, നിൻ്റെ മാർക്കല്ല, അപാര മാർക്കല്ല നിനക്ക്, അത്തരം മാർക്കില്ലല്ലോ. അപ്പോൾ ഉടമ്പടി എടുത്ത് അപ്പം അത് കാലാന്തരത്തിൽ അത് ലോകത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ മേഖലയിൽ നേരിടും. അപ്പം നീ അയ്യോഭാവിയാണ്, പറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം ദൈവത്തിനെ തേടി നടക്കുന്ന ആളാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പറ്റിക്കപ്പെടും. അതെനിക്കറിയാവുന്ന കൊണ്ട് ഈ കുഞ്ഞ് ചേരുവർക്ക് ജനിക്കും എന്നെനിക്കറിയാവുന്ന കൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പൂർണ്ണമായിട്ട് മെഡിസിൻ ഉപേക്ഷിക്കണം. എന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഉടമ്പടി തന്നെ ഫോളോ ചെയ്യാൻ പറയും. അപ്പോൾ അതിന് ആ മാസം ഗർഭിണിയായി അവർ
ആ മരുന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല. 3 മാസം കഴിഞ്ഞപ്പോൾ അവർ പ്രഗ്നൻ്റായി. ഒരു മരുന്ന് ഉപയോഗിക്കാതെ തന്നെയാണ് ആ കുഞ്ഞിനെ കിട്ടിയത്. പക്ഷെ ആ മരുന്നും കൂടി ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ മഹത്വം മുഴുവനും ഡിവൈഡ് ചെയ്ത് പോയിട്ട് പിന്നീട് നമ്മൾ ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഈ ഹെൽത്തി റിലേഷനായി പോകും. നമ്മൾ ശ്രദ്ധിക്കണം. അതിനാണ് ഉടമ്പടി കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതാണ്, അതായത് ദൈവവുമായിട്ട് ഉടമ്പടി വിധിപ്രകാരം ജീവിക്കാനുള്ള രീതികളെ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കൊരു ഇടറ് സംഭവിച്ചാലും എൻ്റെ മകനെ നീ അങ്ങോട്ട് കൊണ്ടുപോകരുത് അഭിപ്രായം. അവൻ കെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ മകനെ കൊണ്ടുപോകരുത്. എൻ്റെ അഭിപ്രായം പറയുമ്പോൾ എന്താ എൻ്റെ ഉദ്ദേശം? ഉടമ്പടിക്കാണ് അനുസരിച്ചുള്ള ജീവിതം. ഇപ്പം നമുക്ക് ഉടമ്പടിക്ക് വേണ്ടി ആൾക്കാർ കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് പിന്നെ തരികിട കളിച്ച് നിൽക്കണത്. അല്ലെങ്കിൽ ദൈവത്തിനൊക്കെ വേണ്ടി സത്യസന്ധത നിൽക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഫ്രോഡുകൾ വന്ന് ഉടമ്പടി എടുക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. അതാ എടുത്തു പോയാൽ നിങ്ങൾ സത്യസന്ധത കാണിക്കണം. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിനി ഗിരീഷ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളറട എന്ന സ്ഥലത്ത് പനച്ചമൂടെന്ന അവിടെ നിന്ന് വരുന്നത്. ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകന് വേണ്ടിയാണ്. എൻ്റെ മകനെ ഞാൻ ഒരു വിദ്യാഭ്യാസ ലോണിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 4 മാസം വരെ ഞാൻ ആ ലോണിന് വേണ്ടി ഇനി പോവാത്ത ബാങ്കുകളില്ല. SBI ബാങ്കിലാണ് ഞാൻ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ആ ലോണ് പോയപ്പോൾ 4 മാസം വരെ ആ ഫോം അവർ എല്ലാം ഓക്കെ ആയെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു 3 മാസം 4-ാമത്തെ മാസം എന്നെ വിളിച്ച് പറഞ്ഞ് നിങ്ങളുടെ ലോൺ അപേക്ഷ റിജക്റ്റായി, നിങ്ങളുടെ പേരിൽ ആരോ 1 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്, ആ രൂപ ഞാൻ അടച്ച് തീർത്താൽ നോട്ടീസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്താൽ എനിക്ക് ലോണ് സാങ്ഷനാക്കി തരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ എടുക്കാത്ത ലോണ് ഞാൻ എങ്ങനെ എടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമം സങ്കടവും ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ആദ്യമായി അമ്മ മാതാവിനെക്കുറിച്ച് അറിയുന്നത്, എനിക്ക് കൃപാസനം എന്തെന്നോ ഇതെവിടെയാണെന്നോ എനിക്കറിയില്ലായിരുന്നു. ഞാൻ യൂട്യൂബിൽ ഈ ഭക്തി ക്രിസ്ത്യൻ പാട്ട് ഇതെല്ലാം ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ കാണുമായിരുന്നു. അപ്പോൾ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കാണാനിടയായി. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മാതാവിനെക്കുറിച്ച് അറിയുവാനും കൂടുതൽ എനിക്കിതിനെ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മോനോട് പറഞ്ഞു, മോനെ ഇതെവിടെയാണെന്ന് നോക്ക്, ഞങ്ങൾക്ക് പോവാം ഒരു ദിവസം. അപ്പോൾ എൻ്റെ മോൻ്റെ ലോണ് കിട്ടാത്ത ഒരു അവസ്ഥയിൽ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ അമ്മ മാതാവിനെ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് ഞാൻ ഈ സാക്ഷ്യങ്ങളെല്ലാം കൂടുതൽ കാണാനും കേൾക്കാനും തുടങ്ങി. ജോസഫ് അച്ഛൻ്റെ ഓരോ വാക്കുകളും കേൾക്കുമ്പോഴും എനിക്കിവിടെ വന്ന് എനിക്ക് അമ്മ മാതാവിനെ കാണണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 4 വർഷമായി. ഞാൻ തയ്യൽ ജോലി ചെയ്താണ് എൻ്റെ മക്കളെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഇളയ മോന് BSc നഴ്സിങ്ങിന് വേണ്ടി 7 ലക്ഷം രൂപയാവും. ലോണുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ അവനെ ഈ കോഴ്സിനെ വിട്ടത്. അപ്പം മോനെ അവിടെ കോളേജിലോട്ട് വിട്ട് അവൻ പോയി ക്ലാസ് തുടങ്ങി പകുതി ഒരു 2 മാസമൊക്കെ ആയപ്പോൾ തന്നെ അവർ ഫീസ് ഫുള്ളായിട്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു. എനിക്ക് അടയ്ക്കാനുള്ള ഈ ലോൺ കിട്ടാത്തത് കൊണ്ട് അടയ്ക്കാനും ഒരു മാർഗ്ഗമില്ല. അത് ഒടുവിൽ ഞാൻ ഇവിടെ വന്ന് ചോദിച്ചാണ് ഞാനും എൻ്റെ മോനും വന്നത്. അറിഞ്ഞൂടായിരുന്നു. അവിടെ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറി ഇവിടെ ആലപ്പുഴ ഇറങ്ങി അവിടെ നിന്ന് കലവൂര് വന്ന് ചോദിച്ച് ഇവിടെ മാതാവ് കൊണ്ട് എത്തിച്ചിട്ട് ഞാനന്ന് ഇവിടെ വന്നപ്പോൾ നല്ല തിരക്ക്. അപ്പോൾ ക്യൂവിൽ ആളുകൾ നിൽക്കണം. ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങളിവിടെ? അത് ഉടമ്പടി എടുക്കാനാണ്. അപ്പോൾ ഞാൻ മൂത്ത മോനാണ് കൂടെ വന്നത്. അവൻ്റെ കൂടെ ചോദിച്ചു, മക്കളെ അമ്മ ഉടമ്പടി എടുക്കാം. എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇതിനെ പറ്റി, എന്താണ് ഉടമ്പടി എന്താണെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഉടമ്പടി എടുത്ത് ക്യൂവിൽ നിന്ന് ഉടമ്പടി എടുത്ത് ക്ലാസ് എല്ലാം കഴിഞ്ഞ് അതെല്ലാം ചെയ്ത് മാതാവിനെ കണ്ട് എല്ലാം പറഞ്ഞിട്ട് ഞാൻ പോയി. അപ്പോൾ എനിക്ക് 2 മാസം വരെ ഈ ലോണിൻ്റെ കാര്യത്തിലൊന്നും ഒരു മറുപടി അറിയാൻ പറ്റില്ല.
ഇസാബ് എന്ന ബാങ്കിൽ നിന്ന് 1 ലക്ഷം രൂപ എൻ്റെ പേരിൽ ആരോ എടുത്തിട്ടുണ്ട്. ബാങ്കുകാർ പറയുന്നത് ഞാൻ എടുത്തതാണെന്ന്. ഞാൻ എടുത്തിട്ടില്ലാത്ത ലോൺ എങ്ങനെ അടയ്ക്കും മാതാവേ, ഇതിനൊരു മാർഗം എനിക്ക് കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് ഞാൻ ബാങ്കിലോട്ട് പോയി. ഈ മെസ്സേജ് ലോൺ റിജക്റ്റ് ആയെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നപ്പോൾ ഞാൻ ബാങ്കിലോട്ട് മാതാവിൻ്റെ കാശ് രൂപവും മുറുകെ പിടിച്ച് ഉപവാസത്തോടെ ഞാൻ പോയി ബാങ്കിൽ പോയി. ഇപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളെ ലോൺ റിജക്റ്റായി, ഇനി നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ക്ലോസ് ചെയ്താൽ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കരഞ്ഞ്, അമ്മ മാതാവേ എന്നെ കൈവിടല്ലേ, ഞാൻ ഇന്ന് തന്നെ ഇനി ലോണിന് ഇറങ്ങുള്ളൂ, ഇനി ഞാൻ ഈ ലോണിന് വേണ്ടി ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് കാശ് രൂപ മുറുകെ പിടിച്ച് ഒരു വചനം എടുത്തിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വചനം എന്തെന്ന് വെച്ചാൽ ലൂക്കോ 8:17 മറഞ്ഞിരിക്കുന്നതെല്ലാം വെളിപ്പെടും എന്ന വചനമാണ് എനിക്ക് കിട്ടിയത്. ആ വിശ്വാസത്തോടെ എൻ്റെ അമ്മ കൈവിടില്ല എന്ന വിശ്വാസത്തോടെ ഞാൻ പോയി. മാനേജർ പറഞ്ഞ് കിട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ച് ഞാൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങാൻ നിന്ന എന്നെ മാനേജർ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ലോണ് നിങ്ങൾ താഴെ ചെന്ന് സിവിൽ സ്കോർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരണം. സിവിൽ സ്കോർ 350 കുറവായതുകൊണ്ട് എനിക്ക് ലോണ് തരൂല്ല, 750 വേണം. എനിക്ക് ചെക്ക് ചെയ്യാൻ ആ മാനേജർ തന്നെ എന്നെ പറഞ്ഞു വിട്ട് ഞാൻ അവിടെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ ചെന്ന് സിവിൽ സ്കോർ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 719. എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ വന്ന് അത് കഴിഞ്ഞ് ഉടനെ തന്നെ എനിക്ക് ലോണിൻ്റെ ഇവിടെ നിന്നെല്ലാം സ്കാൻ ചെയ്ത് അങ്ങോട്ട് അയച്ച് എനിക്ക് ലോൺ റെഡിയായി. അത് എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ച് നിയോഗം എനിക്ക് സാധിച്ചതാണ് അമ്മ മാതാവ്. അതുപോലെ രണ്ടാമത് എൻ്റെ മൂത്ത മകൻ എയർപോർട്ടിൻ്റെ കോഴ്സ് പഠിച്ച് ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി എറണാകുളത്ത് വെച്ച് ഇൻ്റർവ്യൂ പോകുന്നതിന് മുൻപേ മെയ് മാസം 7-ാം തീയതിയായിരുന്നു ഇൻ്റർവ്യൂ. 3-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ആദ്യം വെച്ച വിഷയം അവൻ്റെ ജോലിയായിരുന്നു. ആ ജോലി 50 മാർക്കിന് പോലും ഒരു യോഗ്യതയില്ലാത്ത എൻ്റെ മകനെ 84% മാർക്ക് കൊടുത്ത് അമ്മ മാതാവും തിരുകുമാതനും അവനെ വിജയം കൊടുത്ത് അനുഗ്രഹിച്ച്. അതുപോലെ എഴുത്തു പരീക്ഷയിൽ അവന് 87% മാർക്ക് കൊടുത്ത് ജയിച്ച് സെലക്റ്റായി. അത് എൻ്റെ അമ്മ തന്നത്. ഈ ലോണിൻ്റെ കാര്യം ഞാൻ ബാങ്കിലോട്ട് വിളിക്കുന്നതിന് മുൻപ് അമ്മ എനിക്ക് അറിയില്ല, ഒരു സുഗന്ധം എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഞാനിവിടെ കൃപാസനത്തിൽ വന്നിട്ടില്ലായിരുന്നു. ആ കൃപാസനത്തിൽ വരും മുമ്പേ ഈ സാക്ഷ്യങ്ങളെല്ലാം കണ്ടപ്പോൾ തന്നെ ഒരു സഹോദരി പറയുന്നത് ഞാൻ കേട്ട്, അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അറിയാൻ പറ്റിയത് ഉടമ്പടി സുഗന്ധത്തിൽ കൂടെയാണെന്ന്. അങ്ങനെ ആ സുഗന്ധം ഞാൻ എൻ്റെ വീട്ടിലൊരു 2 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ വഴക്ക് പറഞ്ഞ്, നിങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോഴും സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ മക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, അമ്മ ഞങ്ങളെ വീട്ടിൽ സ്പ്രേ ഇല്ലല്ല, പിന്നെ എങ്ങനെ അമ്മ എന്ന്. അപ്പോൾ ഞാൻ ശരിയാണ്, എൻ്റെ വീട്ടിൽ അന്ന് സ്പ്രേ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ മാതാവ് എൻ്റെ വീട്ടിൽ വന്നതാണ്, എന്നെ അമ്മ വന്ന് വിളിച്ച് ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്നതാണ്. അത് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അമ്മ എൻ്റെ സങ്കടം കണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നാണ് ഉടമ്പടി എടുപ്പിച്ചത്. അതിൽ ആ ഓരോ കാര്യങ്ങളും ആ സുഗന്ധം വന്നത് ഒരിക്കൽ മാത്രമല്ല, 4-5 തവണ എൻ്റെ അമ്മ മാതാവ് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോഴും ഈ ഉടമ്പടിയിൽ വയ്ക്കാത്ത പല ആവശ്യങ്ങളും കാര്യങ്ങളും അമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനും മൂത്ത മകനും കൂടെ ഇവിടെ ചോദിച്ചെത്തി എന്നെ ഇന്ന് ഓരോ മാസവും ആ മെയ് മാസം തൊട്ട് ഇന്ന് വരെ എന്നെ 1 മാസവും മുടക്കിയിട്ടില്ല. ഞാനും എൻ്റെ മകനുമായിട്ട് വന്ന എന്നെ ഇന്ന് ഒരു ടൂറിസ്റ്റ് ബസ് പിടിച്ച് 50 പേരെ കൊണ്ട് എത്തിക്കാൻ ഇവിടെ കൊണ്ടുവന്ന് അവർക്കും അനുഗ്രഹം വാങ്ങി കൊടുക്കാൻ അമ്മയുടെ മുമ്പ് വന്ന് ഉടമ്പടി എടുത്ത് അവരും അനുഗ്രഹം പ്രാപിക്കുന്നു. അതേപോലെ വെഞ്ചരിച്ച ഉപ്പും തേനും ഉപയോഗിച്ച് എത്രയോ കുടുംബ സമാധാനമില്ലാത്ത ഓരോ സഹോദരിമാർ എനിക്ക് എൻ്റെ അടുത്ത് വന്ന് പറയും, ചേച്ചി എനിക്ക് കൃപാസനത്തിൻ്റെ ഒരു പത്രം വേണം, ചേച്ചി അവിടുത്തെ വെഞ്ചരിച്ച് എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? അപ്പോൾ ഞാൻ പറയും തരാമല്ല, ഉപ്പും തേനും ഉണ്ട്. അത് കൊടുത്ത് ഇന്ന് ആ കുടുംബത്തിലുള്ള ആ ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിഞ്ഞിരുന്നു. കുടുംബ പ്രശ്നത്തിൽ കുടി ആണ് അവർക്ക്, മദ്യപാനത്തിൻ്റെ. അവരിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സന്തോഷത്തോടെ അവർ കഴിയണം. അവർക്കും സാക്ഷ്യം പറയാൻ സമയമായി. അവരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ മാതാവ് നടത്തി കൊണ്ടിരിക്കണം. ഓരോരുത്തരും ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളത് മാത്രമല്ല, ദൂരെ ഉള്ളവർ വരെ എന്നെ വിളിച്ച് ഇപ്പം ഞാൻ ഇരിക്കുന്നിടത്ത് വന്ന് എൻ്റെ അടുത്ത് ചോദിക്കും, പത്രമുണ്ട്, ഒരാൾ പറഞ്ഞറിഞ്ഞ് വേറൊരാൾ പറഞ്ഞ് അങ്ങനെ അറിഞ്ഞ്. എനിക്ക് അമ്മ ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി, ഇതിൽ എഴുതാനും മറന്നുപോയി. എനിക്ക് അമ്മ മാതാവിനോട് ഞാനൊരു ജോലി ചോദിച്ചു. എനിക്ക് എംപ്ലോയ്മെൻറ്റിന് എനിക്ക് 2 പ്രാവശ്യം സ്ഥിരമായിട്ടുള്ള പോസ്റ്റിങ്ങിൽ എനിക്ക് ജോലിക്ക് വന്നതാണ്. പക്ഷേ അത് പൈസ അവർ ഒരുപാട് പൈസ ചോദിച്ച് 4 ലക്ഷം രൂപ വരെ ചോദിച്ച് അതെനിക്ക് കൊടുക്കാനില്ലാത്തത് കൊണ്ട് എനിക്കത് കിട്ടിയില്ല. ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അമ്മ എനിക്ക് തയ്യലായിരുന്നു, പിള്ളേരെയൊക്കെ പഠിപ്പിക്കും വീട്ടിൽ വെച്ച്.
അങ്ങനെ എൻ്റെ വീട്ടിനടുത്ത് ഞാൻ പ്രതീക്ഷിക്കാതെ എൻ്റെ അമ്മ എനിക്കൊരു വലിയ ഒരാളൊരു കട കിടക്കുന്ന, നീ നിനക്ക് തയ്യലൊക്കെ കിട്ടും, ഇങ്ങനെ ഇരുന്നാൽ പറ്റൂല എന്ന് പറഞ്ഞ് ഇന്ന് എനിക്ക് 2 കുട്ടികളെ പഠിപ്പിക്കാനുമുണ്ട്. തുണിക്കട ചെറുതായിട്ട് നൈറ്റി, സാരി, അങ്ങനത്തെ ലേഡീസ് ഐറ്റംസ് കുറേശ്ശെ വാങ്ങി വയ്ക്കാനും തയ്യൽ എനിക്ക് തയ്ക്കാൻ സമയമില്ല. പുറത്ത് കൊടുത്ത് തയ്ക്കേണ്ട ഒരവസ്ഥ വരെ എൻ്റെ അമ്മ മാതാവും തിരുകുമാരനും എനിക്ക് തന്ന്. അതുപോലെ എൻ്റെ ഇളയ മകൻ BSc നഴ്സിംഗ്, ഞാൻ പറഞ്ഞല്ലേ ലോണിൻ്റെ കാര്യം, അവന് ലോണൊക്കെ റെഡിയായി, ഫസ്റ്റ് ഇയറിൻ്റെ ഫീസൊക്കെ അടച്ച് പരീക്ഷയും കഴിഞ്ഞ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് മുമ്പ് ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം ഞാനും മോനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ച്, അമ്മ എൻ്റെ മകന് പരീക്ഷ എളുപ്പമാക്കി കൊടുക്കണേ, ഒരു പേപ്പറും പോവാതെ ജയിക്കാനുള്ള മാർക്ക് മാത്രം കൊടുക്കണേ മാതാവേ, എനിക്ക് കൂടുതൽ മാർക്കൊന്നും വേണ്ട, അവനെ ജയിച്ച് കിട്ടിയാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ച്. അന്ന് അച്ഛനെ കാണാൻ പറ്റിയില്ല. അച്ഛനെ കാണാൻ ക്യൂവിൽ ഒരുപാട് സമയം നിന്ന്, പക്ഷേ ടോക്കൺ എടുക്കാൻ പോയപ്പോൾ ഹാൾ ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നു മോന് വന്നപ്പോൾ. അപ്പോൾ ഹാൾ ടിക്കറ്റ് ഇല്ലാതെ കിട്ടൂല. പ്രഭു അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചയച്ച്. അപ്പോൾ അതിൽ അച്ഛനെ കാണാൻ പറ്റാത്തതിൽ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞ്, അച്ഛനും പ്രഭു അച്ഛനും എല്ലാം ഒരേ ഇത് തന്നെ പ്രാർത്ഥന, മോൻ ധൈര്യമായിട്ട് പോയി പരീക്ഷ എഴുതും, അമ്മ മാതാവ് കൂടെ ഉണ്ടെന്ന്. അമ്മ മാതാവിൻ്റെ ലോക്കറ്റ്, തേന്, ഉപ്പ്, പത്രം അവൻ്റെ പുസ്തകത്തിൽ വച്ച് പഠിക്കുമ്പം എപ്പോഴും ഈ പത്രം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ കൊടുത്തയച്ചത്. അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവൻ രാത്രിയൊക്കെ 11-12 മണിക്കൊക്കെ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കണ കൂട്ടത്തിലാണ്. ആ മകന് ഞാൻ ഓരോ പരീക്ഷ കഴിയുമ്പോഴും അവൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കും, മോനെ പരീക്ഷ എളുപ്പമുണ്ടാ, അമ്മ പ്രതീക്ഷിക്കണ്ട, എനിക്ക് ഭയങ്കര പാടായിരുന്നു പരീക്ഷ. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് നിലവിളിച്ച് രാത്രി 12 മണി 1 മണിക്കൊക്കെയാണ് എനിക്ക് പ്രാർത്ഥിക്കേണ്ട സമയം കിട്ടുന്നത്. അപ്പോഴാണ് കടയടച്ചിട്ട് വീട്ടിൽ പോകുമ്പോൾ 10 മണിയാവും. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് സമാധാനത്തോടെ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. രാത്രി 1 മണി വരെ ആവും ഞാൻ പ്രാർത്ഥിച്ചഴിക്കുമ്പം. അപ്പോൾ ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കും, മാതാവേ കൈവിടല്ലേ മാതാവേ, സപ്ലി വന്നു കഴിഞ്ഞാൽ അവന് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മ തന്നെ കൂടെ ഇരുന്ന് പരീക്ഷ എഴുതിപ്പിക്കണേ എന്ന്. അതുപോലെ കാശ് രൂപ ലോക്കറ്റും കൊണ്ട് എൻ്റെ മോൻ പോയി. അവന് ഞാൻ പ്രതീക്ഷിച്ചത് ആവറേജ് എന്ന് ജയിക്കാനുള്ള മാർക്ക് മാത്രം മതി, അതുമാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അവന് 2nd ക്ലാസ് കൊടുത്ത് റിസൾട്ട് 5 ദിവസത്തിന് മുമ്പേ രാത്രി 12:30 റിസൾട്ട് വന്ന്. ആ സമയത്ത് 2nd ക്ലാസ് കൊടുത്ത് എൻ്റെ അമ്മ മാതാവ് എൻ്റെ മോനെ സഹായിച്ചു, അനുഗ്രഹിച്ചു. ഇനിയും മുന്നോട്ട് എൻ്റെ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. അതുപോലെ തന്നെ വെഞ്ചരിച്ച ഉപ്പ് കൊടുത്ത് ഒരു 8 വയസ്സായ ഒരു കൊച്ച് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ആ കുട്ടിക്ക് ഭയങ്കര ചുമ, 3 വയസ്സ് തൊട്ട് തുടങ്ങിയ ചുമ, എല്ലാ മരുന്നുകളും കഴിച്ചിട്ട് മാറ്റങ്ങളില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഞാനിതുപോലെ അവിടെ പോയപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞ്, ആൻറ്റി മോന് നല്ല ചുമയാണ്, എന്ത് ചെയ്യും, ആശുപത്രി കൊണ്ടുപോയിട്ടൊന്നും കുറവില്ല. ഞാൻ പറഞ്ഞു, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാനൊരു മരുന്ന് തരാം, നീ അത് കൊടുക്കൂ. അത് കൊടുക്കാം ആൻറ്റി. അങ്ങനെ ആ മോന് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ ആദ്യം വിശ്വാസ പ്രമാണം പറഞ്ഞ് ആ കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുത്ത് ഉപ്പ് കഴിച്ച്. അന്ന് ആ വൈകുന്നേരം തൊട്ട് പിന്നെ ചുമയില്ല, ഇന്ന് വരെ അതിനുശേഷം ആ ചുമയില്ല. അതുപോലെ ഒരുപാട് പേര് എൻ്റെ കഴിവല്ല, എൻ്റെ അമ്മ മാതാവിൻ്റെ നാമം മറ്റുള്ളവരടുത്ത് പറയാൻ വേണ്ടി എൻ്റെ അമ്മ എന്നെ ഈ കൃപാസനത്തിലോട്ട് വിളിപ്പിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിൽ കൂടി അനേകർ, ഇപ്പോൾ ഇത് 50 പേരെ കൊണ്ടുവരാൻ പറ്റണ സഹായിക്കണ മാതാവ് ഇനിയും എന്നെ മുന്നോട്ട് 1 മാസത്തിൽ 2 പ്രാവശ്യം വരേണ്ട കൃപ വരെ എൻ്റെ അമ്മ എനിക്ക് തന്ന്. ഈ മാസം ഇന്ന് ഞാൻ എൻ്റെ മോനെ കൊണ്ടുവന്നതാണ് സാക്ഷ്യം പറയണതിന് വേണ്ടി. അവൻ്റെ റിസൾട്ട് വരുമ്പോൾ ഞാൻ സാക്ഷ്യപ്പെടുത്താം മാതാവേ എന്ന് പറഞ്ഞ് അതുകൊണ്ട് വന്നതാണ്. ഇനി 23-ാം തീയതി ഞങ്ങൾ വീണ്ടും വരെയാണ് ഒരു വണ്ടിയിൽ നിറയെ ആൾക്കാരുമായിട്ട്. ഇപ്പം ഒരുപാട് പേര്, ഞാൻ ഒരു വീട്ടിലും ചെന്ന് കൃപാസനത്തിൽ വരുന്നോ എന്ന് ചോദിക്കുന്നില്ല. അവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ കടയിൽ വരും. കടയിൽ വന്ന്, ചേച്ചി നിങ്ങളിനി എന്ന് പോകുന്ന, ഞങ്ങളും കൂടെ വരണം ഇത് പറയും. അതുകൊണ്ട് ആ വിശ്വാസം മുറുകെ പിടിച്ച് ഇനിയുള്ള കാലം മൊത്തവും ഞാനും എൻ്റെ മക്കളും എൻ്റെ അമ്മ മാതാവും തിരുകുമാരനെയും വിശ്വസിച്ച് മുന്നോട്ട് തന്നെ പോവും. അതുപോലെ ഓരോരുത്തരും വന്ന് പ്രാർത്ഥിക്കാൻ പറയും. ഒരു ബുക്ക് വെച്ചിട്ടുണ്ട് ഞാൻ, ഓരോരുത്തരെയും വിഷയം എഴുതി പ്രാർത്ഥിക്കാൻ വേണ്ടി. ഈ വിഷയം, അവരെ പേരും അവരെന്താണ് പ്രശ്നമെന്നും കൂടെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയണം, മാതാവേ എനിക്ക് അനുഗ്രഹം തരുന്നതിന് മുൻപ് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക്, മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഉത്തരം കൊടുക്കണം മാതാവേ. അമ്മ മാതാവിനെ അവരിൽ കൂടി അനേകരെ അറിയാൻ ഇടയാക്കണം മാതാവേ എന്നിന്നും ഇന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറഞ്ഞിട്ട് 3:30 ഇറങ്ങിയാണ് ഞാനും എൻ്റെ മോനും കൂടെ ട്രെയിനിലാണ് വന്നത്. അപ്പോൾ ഇനിയും ഇതുപോലെ മറ്റുള്ളവരെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കൊടുക്കാൻ അവർ വന്ന് ഇതുപോലെ ഇവിടെ ഞാൻ പലപ്പോഴും നിൽക്കണമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ ഒരിക്കൽ വന്ന് സാക്ഷി പേപ്പർ വാങ്ങി എഴുതിയിട്ട് എനിക്കപ്പോൾ ഇവിടെ വന്ന് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ ഇരുന്ന് സിസ്റ്റർ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് പറയാനുള്ള ഇതായില്ല ഈ സാക്ഷ്യം,
അത് നിങ്ങൾ ഒരുങ്ങി വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് പറയേണ്ട ഒരു ഇതായില്ല. അപ്പോൾ ഈ മാതാവിന് സമയമാകുമ്പോൾ എന്നെ അതിനുള്ള ആ നിമിത്തത്തിലോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഇപ്പോൾ എൻ്റെ മോൻ്റെ റിസൾട്ടും കൂടെ പറഞ്ഞിട്ട് സാക്ഷ്യം പറയാനായിരിക്കും മാതാവിനെ ഇത്രയും ദിവസം നടക്കാതിരുന്നത്. അമ്മ മാതാവിനോടും തിരുകുമാരനോടും എനിക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഇത്രയും ലേറ്റായതിൽ. കഴിഞ്ഞ മെയ്യിൽ വന്ന് മെയ് മാസം 3-ാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്തതാണ്. അമ്മ മാതാവിനും തിരുകുമാരനും കോടി കോടി നന്ദി.